നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ ഓരോരുത്തരും എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരാം. എപ്പോഴും പണത്തിന് വേണ്ടി കഷ്ടപ്പെടാതെ കടബാധ്യതകളില്ലാതെ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാൻ ആർക്കാ ആഗ്രഹമില്ലാത്ത അല്ലേ? ഇതിനെയാണ് നമ്മൾ ലക്ഷ്മി കടാക്ഷം എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മളിൽ പലരും വിചാരിക്കുന്നത് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പണം വരും എന്നാണ്. എന്നാൽ കഠിനാധ്വാനത്തിനോടൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതിയിലും പ്രവൃത്തിയിലും ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ പുരാണത്തിൽ പറയുന്ന സമൃദ്ധി കൈവരിക്കാനുള്ള 9 സുപ്രധാന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണുക, കാരണം ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ നിയമമാണ് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നിങ്ങൾ എപ്പോഴും പറയുന്ന വാക്കുകൾ എന്തൊക്കെയാ? എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ ആകെ പെട്ട് നിൽക്കുകയാണ്, ഞാനൊരു പാവമാണ് എന്നൊക്കെയാണോ? എങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നതെങ്കിൽ സമൃദ്ധി എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരും? ലക്ഷ്മി എന്നാൽ സമൃദ്ധിയാണ്. കുറവുകളെക്കുറിച്ച് സംസാരിക്കുന്നവരിലേക്ക് ഒരിക്കലും സമ്പത്തെത്തില്ല. ഇനി മുതൽ നിങ്ങളുടെ സംസാര രീതി മാറ്റൂ. എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്, ഞാൻ ഭാഗ്യവാനാണ് എന്നൊന്ന് പറഞ്ഞു തുടങ്ങൂ. നിങ്ങളുടെ ഉള്ളിലെ ആ വാക്കുകൾ മാറുമ്പോൾ പുറത്തെ ലോകത്തെ സാമ്പത്തിക സാഹചര്യങ്ങളും പതുക്കെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ നിയമമാണ് ശുചിത്വം പ്രധാനം. ലക്ഷ്മി ദേവി വസിക്കുന്നത് വൃത്തിയുള്ള ഇടങ്ങളിലാണ്. നിങ്ങളുടെ വീട്ടിൽ പണത്തിന് എപ്പോഴും തടസ്സം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റും നോക്കൂ. വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടോ? അലമാരകൾ അലങ്കോലമായി കിടക്കുന്നുണ്ടോ? എങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി നിറയും. അതായത് അലങ്കോലമായി കിടക്കുന്ന മുറികളും അഴുക്കുള്ള ബാത്റൂമുകളും നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. വീട് മാത്രമല്ല, നമ്മുടെ ശരീരവും വൃത്തിയായിരിക്കണം. ദിവസവും പല്ല് തേക്കുന്നതും കുളിക്കുന്നതും തൊട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം വരെ ശ്രദ്ധിക്കണം. നമ്മുടെ അവയവങ്ങളെ നശിപ്പിക്കുന്ന മദ്യമോ പുകവലിയോ മറ്റ് ജങ്ക് ഫുഡോ കഴിച്ച് ശരീരത്തെ ചീത്തയാക്കരുത്. ലക്ഷ്മി ദേവി തന്ന ആ ശരീരത്തെയും വീടിനെയും ആദരിക്കുമ്പോഴാണ് കൂടുതൽ ഐശ്വര്യം നമ്മളെ തേടി വരുന്നത്. ഇനി മൂന്നാമത്തെ നിയമമാണ് ജീവിതം മനോഹരമാക്കുക. വീട് വൃത്തിയാക്കി എന്ന് കരുതി നിർത്തരുത്, അത് ഭംഗിയുള്ളതാക്കി മാറ്റണം. നമ്മൾ പണ്ട് മുതലേ വീടിന് മുന്നിൽ കോലമിടുന്നതും പൂക്കൾ വെക്കുന്നതും ഒക്കെ ഇതിനാണ്. പിന്നെ എന്തിനാണ് ഓണത്തിനും ദീപാവലിക്കും വിഷുവിനും മാത്രം വീട് അലങ്കരിക്കുന്നത്? എന്നും നിങ്ങളുടെ വീടും ശരീരവും മനോഹരമായിരിക്കട്ടെ. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, കുറച്ച് ചന്ദനമോ പൂവോ ചൂടുക. വെറും പുറമോടി മാത്രമല്ല കേട്ടോ, നമ്മുടെ ചിന്തകളും മനോഹരമായിരിക്കണം. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതിന് പകരം നല്ല കാര്യങ്ങൾ സംസാരിക്കാം. സന്തോഷമുള്ളിടത്തേക്ക് ലക്ഷ്മി ദേവി താനെ വരും. ഇനി നാലാമത്തെ നിയമമാണ് പണം സന്തോഷത്തോടെ ചിലവാക്കുക. വളരെ രസകരമായിട്ടുള്ള നിയമമാണല്ലേ ഇത്. പണം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷവാനായിരിക്കണം. ലക്ഷ്മി ദേവിക്ക് ചഞ്ചല എന്നൊരു പേര് കൂടിയുണ്ട്. അതായത് ഒരിടത്ത് തന്നെ നിൽക്കാതെ ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നവൾ. അതായത് പണത്തിന്റെ സ്വഭാവം, ഇത് നിങ്ങളുടെ കയ്യിലുള്ളത് നാളെ മറ്റൊരാളുടെ കയ്യിലായിരിക്കും. അത് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പണം ചെലവാക്കുമ്പോൾ ഇതൊക്കെ തീർന്നു പോകുമല്ലോ എന്ന പേടിയോടെ ചെയ്യരുത്. സ്നേഹമുള്ളവർക്ക് സമ്മാനം വാങ്ങുമ്പോഴോ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ സന്തോഷത്തോടെ പണം നൽകുക. മറ്റൊരാൾക്ക് ശമ്പളമോ കൂലിയോ നൽകുമ്പോൾ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നൽകുക. നിങ്ങൾ പണത്തെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൈകാര്യം ചെയ്യുമ്പോൾ അത് ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. ഇനി അഞ്ചാമത്തെ നിയമമാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നമ്മളിൽ പലരും വിചാരിക്കുന്നത് സ്വയം സ്നേഹിക്കുന്നത് തെറ്റാണെന്നാ. പക്ഷേ അതല്ല സത്യം. ഞാൻ ഒരുപാട് സമ്പത്തിന് അർഹനാണ് എന്ന് നിങ്ങൾക്ക് തോന്നണം. സ്വന്തം കഴിവിനെ വിലമതിക്കാത്ത, സ്വയം ബഹുമാനിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ലോകത്തിൽ നിന്നും സമ്പത്ത് നേടാൻ കഴിയും? നിങ്ങൾക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയൂ. ഈ പ്രപഞ്ചത്തിൽ അളവറ്റ സമ്പത്തുണ്ട്. അത് സ്വീകരിക്കാൻ ഞാൻ യോഗ്യനാണ് എന്ന ഉറച്ച വിശ്വാസം ഉള്ളിലുണ്ടാവണം. ഇനി ആറാമത്തെ നിയമമാണ് കാരുണ്യമുള്ള ഹൃദയം. മറ്റുള്ളവരുടെ വേദന അറിയുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ലക്ഷ്മി കടാക്ഷം നിങ്ങൾക്ക് ഉറപ്പാണ്. പണമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നൽകാൻ പലതും ഉണ്ട്. ഒരു ചെറിയ സഹായം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ്. ഒരാളും നിങ്ങളെ കണ്ടുമുട്ടി മടങ്ങുമ്പോൾ നിരാശരാകരുത് എന്ന് നമ്മൾ കരുതണം.
മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ മനസ്സില്ലേ, അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ആ കരുണയുള്ള ഹൃദയത്തിലേക്ക് സമൃദ്ധി ഒഴുകിയെത്തും. ഇനി 7ാമത്തെ നിയമമാണ് ഗുണമേന്മയ്ക്ക് പ്രാധാന്യം നൽകുക. ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വെള്ള ആനകൾ ദേവിയെ അഭിഷേകം ചെയ്യുന്നതും ദേവി താമരപ്പൂവിലിരിക്കുന്നതും. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജീവിതത്തിൽ ഒരു ക്വാളിറ്റി വേണം. അതിനെയാണ്. ചെയ്യുന്ന ജോലി എന്തോ ആയിക്കോട്ടെ, അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക. വെറുതെ പകുതി മനസ്സോടെ ഒന്നും ചെയ്യരുത്. സാധനങ്ങൾ വാങ്ങുമ്പോൾ പോലും എണ്ണം കൂട്ടുന്നതിന് പകരം നല്ല നിലവാരമുള്ളവ തിരഞ്ഞെടുക്കുക. കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഉള്ളിടത്ത് ലക്ഷ്മി ദേവി അനുഗ്രഹം ചൊരിയും. ഇനി 8ാമത്തെ നിയമമാണ് വർദ്ധിപ്പിക്കുക. അതായത് പ്രകൃതിയെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഒരു ചെറിയ വിത്തിൽ നിന്നും ആയിരക്കണക്കിന് വിത്തുകളുള്ള വലിയ മരം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കടലിലെ വെള്ളം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ എല്ലാം എണ്ണമറ്റതാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ വർധനവ് കൊണ്ടുവരണം. നിങ്ങളുടെ ഒരു അറിവോ സ്നേഹമോ അല്ലെങ്കിൽ പണമോ പങ്കുവെക്കുമ്പോൾ അത് ലോകത്തിന് കൂടുതൽ ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യുക. ഇന്ന് ഇന്റർനെറ്റ് വഴി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നുണ്ട് അല്ലേ? ഇങ്ങനെ നിങ്ങളുടെ നന്മകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല മടങ്ങായിട്ട് തിരിച്ചു വരും. ഇനി 9ാമത്തെ നിയമമാണ് ശരിയായ കർമ്മം. അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം മണികർമ്മയാണ്. നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പണം വരാത്തത്, അല്ലെങ്കിൽ പണം വന്ന വഴിക്ക് തന്നെ പോകുന്നത്? ഇതിൻ്റെ ഉത്തരം നമ്മുടെ കർമ്മങ്ങളിലുണ്ടാകും. നമ്മൾ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടോ? ആരുടെയെങ്കിലും ശമ്പളം പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഒരു സാധനം വാങ്ങുമ്പോൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പാവങ്ങളോട് അനാവശ്യമായി വിലപേശാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ധനത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. അർഹതപ്പെട്ടവർക്ക് അർഹമായ സമയത്ത് പണം നൽകുക. നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ സത്യസന്ധമാണെങ്കിൽ പണം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായിട്ട് നിലനിൽക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാൻ ഈ മണികർമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം, ഞാൻ ഈ ജന്മത്തിൽ ഇതുവരെ ആരെയും ചതിച്ചിട്ടില്ല, ആരുടെയും പണം തട്ടിയിട്ടില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം എപ്പോഴും സാമ്പത്തിക തടസ്സങ്ങൾ വരുന്നതെന്ന് അല്ലേ? ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. കർമ്മം എന്നത് ഒരു ജന്മം കൊണ്ട് തീരുന്ന ഒന്നല്ല. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ സാമ്പത്തിക ഇടപാടുകളിലെ പാകപ്പിഴകളും കർമ്മകടമായി ഈ ജന്മത്തിൽ നമ്മളെ പിന്തുടരാം. ചിലപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ വളരെ നല്ലവനായിരിക്കാം, പക്ഷേ നമ്മുടെ പഴയ കർമ്മഫലങ്ങൾ നമ്മുടെ പണത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ടാവും. അതുകൊണ്ട് കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു എന്നോർത്ത് വിഷമിക്കേണ്ട. പക്ഷേ ഇനി മുതൽ നിങ്ങൾ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പഴയ കടങ്ങൾ വീട്ടി തീർക്കാനും പുതിയൊരു നല്ല സാമ്പത്തിക ഭാവി പടുത്തുയർത്താനുമുള്ള അവസരമാണ് ഈ ജന്മം. ഇന്ന് നിങ്ങൾ ഒരാൾക്ക് നൽകാനുള്ള പണം സന്തോഷത്തോടെയും കൃത്യസമയത്തും നൽകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പഴയ കർമ്മദോഷങ്ങളെ കഴുകിക്കളയുകയാണ്. ഒരു ഓട്ടോ ഡ്രൈവർക്കോ വീട്ടിൽ പണിക്ക് വരുന്നവർക്കോ കടയിൽ നിൽക്കുന്ന പാവപ്പെട്ടവർക്കോ അർഹമായ കൂലി നൽകുമ്പോൾ മടി കാണിക്കരുത്. ലക്ഷ്മി എന്നാൽ വെറും പണമല്ല, അത് ശുദ്ധമായ എനർജിയാണ്. ആ എനർജിയെ നിങ്ങൾ എത്രത്തോളം സത്യസന്ധമായി ബഹുമാനിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും. അതുകൊണ്ട് ഓർക്കുക, പഴയത് എന്തോ ആകട്ടെ, ഇനി നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോ രൂപയും വളരെ ശുദ്ധമായ കർമ്മത്തിലൂടെ ആകട്ടെ. അത് നിങ്ങളുടെ വരും തലമുറകൾക്ക് പോലും ഐശ്വര്യം നൽകും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ 9 നിയമങ്ങളും പാലിക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ലല്ലേ? ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ചിന്താഗതിയിൽ വരുത്തിയാൽ മാത്രം മതി. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായും വലിയ മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.